ചേട്ടാ എഴുന്നേൽക്ക്, നമ്മുടെ മോള് വലിയ പെണ്ണായി. ചേട്ടാ ഒന്ന് എഴുന്നേൽക്കാൻ, നമ്മുടെ മോള് വലിയ പെണ്ണായിന്ന്. മദ്യപിച്ച് ലെക്ക് കെട്ട് കടത്തിണയിൽ കിടന്നിരുന്ന അയാളുടെ തലച്ചോറിൽ ഒരു ഇടിമുഴക്കം പോലെ ഭാര്യയുടെ ആ വാക്കുകൾ വന്നടിച്ചു. പെട്ടെന്ന് അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. ഭാര്യ അയാളെ താങ്ങിപ്പിടിച്ചിരുത്തി അയാളുടെ മുഖം കൈക്കുമ്പിളിൽ വാരിയെടുത്ത് വീണ്ടും പറഞ്ഞു, ചേട്ടാ നമ്മുടെ മോള് വലിയ പെണ്ണായി. ഭാര്യയുടെ ആ വാക്കുകൾ അയാളെ മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്ന് പെട്ടെന്ന് മുക്തനാക്കിയ പോലെ അയാൾക്ക് തോന്നി. അയാളുടെ വായിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധമുള്ള തുപ്പൽ ഭാര്യ സാരി തുമ്പുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി. അയാൾ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇന്നേ വരെ അവളുടെ മുഖത്ത് കാണാത്ത സന്തോഷം അയാൾ ആ മുഖത്ത് കണ്ടു. ഭാര്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് അയാൾ കണ്ടു. അത് ദുഃഖത്തിൻ്റെ കണ്ണുനീറായിരുന്നില്ല. താൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ അമ്മയായിരിക്കുന്നു എന്ന സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കണ്ണുനീറാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഭാര്യയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ കൈകൾ പുതിയൊരു കരുത്ത് ആർജിച്ചിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. മദ്യപാനിയായ അച്ഛനുള്ളത് ഏത് പെൺകുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അമ്മയെന്ന ഉരുക്കുകോട്ടയുടെ ബലം അയാൾ ഭാര്യയുടെ കൈകളിൽ തിരിച്ചറിഞ്ഞു. എത്ര നാളായി തൻ്റെ മകളുടെ മുഖം ശരിക്കൊന്ന് കണ്ടിട്ട്, അവളുടെ ചിരി കണ്ടിട്ട്, അവളോട് മിണ്ടിയിട്ട്. അതിരാവിലെ പണിക്ക് പോകും. പണി കഴിഞ്ഞ് രാത്രി വരുന്നത് മദ്യപിച്ച് ലെക്ക് കെട്ടായിരിക്കും. മദ്യത്തിൻ്റെ മണമുള്ള അച്ഛനെ എനിക്ക് കാണണ്ട, എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞ് മകൾ മുറിയിൽ കയറി വാതിലടയ്ക്കും. ഛേ, നീയൊക്കെ ഒരച്ഛനാണോ എന്ന് അയാൾ സ്വയം ചോദിച്ച് അയാൾക്ക് അയാളോട് തന്നെ ഒരു തരം അറപ്പും വെറുപ്പും തോന്നി. മകൾ ജനിച്ച ദിവസത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. മദ്യലഹരിയിൽ പ്രസവ വാർഡിൻ്റെ മുൻപിലിരിക്കുമ്പോൾ ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയുവാൻ അയാളുടെ ഹൃദയം തുടിച്ചു. തനിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്നും താൻ മദ്യത്തിൻ്റെ ലഹരിയിലായതുകൊണ്ട് കുട്ടിയെ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലെന്നും ആശുപത്രി ജീവനക്കാർ പറഞ്ഞപ്പോൾ അയാൾക്ക് ദുഃഖം തോന്നി. എങ്കിലും താനൊരു പെൺകുട്ടിയുടെ അച്ഛനായി എന്ന സന്തോഷത്തിൽ അയാൾ തുള്ളിച്ചാടി. സാധാരണ ആൺകുട്ടികൾ ജനിക്കുമ്പോഴാണ് പലരും ഇത്രയധികം സന്തോഷിക്കുക. ഇയാൾ പെൺകുട്ടി ജനിച്ചപ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് ആശുപത്രിയിലുള്ള പലരും അയാളെ പരിഹസിച്ചു. അതൊന്നും അയാൾക്ക് പ്രശ്നമായിരുന്നില്ല. കാരണം അയാളുടെ മനസ്സ് നിറയെ ഒരു പെൺകുട്ടിയുള്ള അയാളുടെ അമ്മാവൻ്റെ വാക്കുകളായിരുന്നു. ആ അമ്മാവൻ ഒരിക്കൽ അയാളോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ അച്ഛനാവുക എന്നത് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അവളുടെ കുഞ്ഞിക്കാലിലെ കുരിശിൻ്റെ കൊഞ്ചൽ നമ്മുടെ വീടിനെ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സംഗീത സാഗരമാക്കും. അവളുടെ പേരും നമ്മുടെ വീടിൻ്റെ പേരും ഒന്നായി മാറും. അമ്മേ, അച്ഛ എന്നുള്ള അവളുടെ വിളികൾ നമ്മുടെ കാതുകളെ കോരിത്തെരിപ്പിക്കും. ആ മുതൽ അം വരെ അവൾ ഉറക്കെ വായിക്കും. എഴുതിയും പഠിക്കുന്ന ഓരോ അക്ഷരങ്ങളും നമ്മുടെ വീടിനെ 1000 വിദ്യാലയങ്ങളാക്കി മാറ്റും. അച്ഛൻ്റെയും അമ്മയുടെയും വസ്ത്രങ്ങൾ അണിഞ്ഞ്, പ്രത്യേകിച്ച് അച്ഛൻ്റെ പല നിറങ്ങളിലുള്ള ഷർട്ടുകൾ മാറി മാറി ധരിച്ച്, കണ്ണാടിയുടെ മുൻപിൽ നിന്ന് അവൾ കാണിക്കുന്ന കുസൃതികൾ നമ്മുടെ കണ്ണുകളെ പല നിറത്തിലുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്ന പൂങ്കാവനങ്ങളാക്കി മാറ്റും. അവൾ പഠിക്കുന്ന സ്കൂളിലെ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്തെത്തും. അവൾ വലിയ പെണ്ണായി കഴിയുമ്പോൾ അവളോടുള്ള സ്നേഹം, വാത്സല്യം, അതിനപ്പുറം അവളോടുള്ള ബഹുമാനം കൂടി നമ്മളിൽ ജനിക്കും. കോളേജ് പഠനത്തിലൂടെ കൂടുതൽ അറിവുകൾ നേടി അവൾ അങ്ങനെ വളർന്ന് വളർന്ന് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, വിദ്യയുടെ, അറിവിൻ്റെ പൊൻതൂവലുകൾ ചാർത്തിയ കിരീടമണിഞ്ഞ ഒരു രാജകുമാരിയായി മാറും. നമ്മുടെ വീടിൻ്റെ പൊന്നോമനയായ രാജകുമാരി അവസാനം പഠിച്ച് നല്ലൊരു ജോലിയും വാങ്ങി അവളെ ആണൊരുത്തൻ്റെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് തരുവാൻ ഈ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല. അമ്മാവൻ്റെ ഈ വാക്കുകൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനാകുവാൻ അയാളിൽ അതിയായ ആഗ്രഹം ജനിപ്പിച്ചു. പക്ഷെ ആഗ്രഹിച്ച പോലെ പെൺകുട്ടി ജനിച്ചിട്ടും മദ്യപാനം മൂലം മകളുടെ ജീവിത സ്പന്ദനമോ ഹൃദയത്തുടിപ്പോ അനുഭവിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഭാര്യയുടെ കൈ പിടിച്ച് പതുക്കെ നടന്ന് തൻ്റെ ചെറിയ വീടിൻ്റെ മുൻപിൽ അയാൾ വന്നു നിന്നു. മോളെ, അച്ഛൻ്റെ പൊന്നുമോളെ, അയാൾ മകളെ വിളിച്ചു. ആ വിളിക്ക് അയാൾക്ക് മറുപടിയായി ലഭിച്ചത് അടച്ചിട്ട മുറിയിലെ മകളുടെ തേങ്ങിയുള്ള കരച്ചിലായിരുന്നു. തൻ്റെ മുൻപിലേക്ക് മകൾ വരില്ലെന്ന മനസ്സിലാക്കിയ അയാളുടെ ഹൃദയം പൊട്ടിപ്പോകും പോലെ അയാൾക്ക് തോന്നി. വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ അയാൾ തല കുനിച്ചിരുന്നു. ഭാര്യ കൊണ്ടുവച്ച ഭക്ഷണം പോലും കഴിക്കാനാവാതെ അയാൾ ആ തിണ്ണയിൽ കിടന്നെപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് അതിരാവിലെ അയാൾ ഉണർന്നു, കുളിച്ചു, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഉടുത്ത് തൻ്റെ സൈക്കിളിൽ പണിക്ക് പോയി. പണിയെടുക്കുമ്പോൾ മനസ്സ് മുഴുവൻ മകളായിരുന്നു. പ്രായപൂർത്തിയായ തൻ്റെ മകൾക്ക് ഒരു തരി പൊന്നു വാങ്ങാൻ പോലും തൻ്റെ കയ്യിൽ കാശില്ല. എങ്ങനെ ഉണ്ടാക്കും? പണിയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചും കൂട്ടുകാർക്ക് കുടിക്കാൻ വാങ്ങിക്കൊടുത്തും നശിപ്പിച്ചു. ഭാര്യ പണിക്ക് പോയാണ് വീട്ടിലെ ചിലവുകൾ പോലും നടക്കുന്നത്. അയാളിലെ മദ്യപാനിയായ അച്ഛനെ ഓർത്ത് ലജ്ജിച്ചു. വൈകുന്നേരം പണി കഴിഞ്ഞപ്പോൾ അയാൾ മുതലാളിയിൽ നിന്ന് കുറച്ച് പൈസ അഡ്വാൻസ് വാങ്ങി
ടൗണിലേക്ക് പോയി. ആ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അയാളുടെ മനസ്സിൽ നല്ല പല കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു. പക്ഷേ ടൗണിൽ മദ്യഷോപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ അയാളുടെ സൈക്കിൾ നിന്നു. മനസ്സിൽ കണക്ക് കൂട്ടിയതെല്ലാം അയാൾ ഒരു നിമിഷം മറന്നു. അയാൾ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് മദ്യഷോപ്പിനെ ലക്ഷ്യമാക്കി നടന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിൽ വലിയൊരു സംഘർഷം നടക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് മദ്യം തരുന്ന ലഹരി, മറുഭാഗത്ത് തൻ്റെ മകളുടെ തേങ്ങിയുള്ള കരച്ചിൽ. മദ്യപിച്ച് ലെക്കുകെട്ട് സ്വന്തം മക്കളുടെ മുൻപിൽ, പ്രത്യേകിച്ച് പെൺമക്കളുടെ മുൻപിൽ നിൽക്കേണ്ടി വരുന്ന ഒരച്ഛനാണ് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ. അങ്ങനെ ഒരു അച്ഛനാകുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ്. പെട്ടെന്ന് അയാളുടെ മനസ്സ് അയാളോട് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി. ആ വാക്കുകൾ അയാളിൽ എന്തോ ഒരു ചലനം സൃഷ്ടിച്ചു. ഇനി ആത്മഹത്യ ചെയ്യാൻ തനിക്ക് കഴിയില്ല, പക്ഷെ മദ്യപാനം നിർത്താൻ കഴിയണം. അയാൾ വേഗം മദ്യഷോപ്പിൻ്റെ ക്യൂവിൽ നിന്ന് പുറത്തു കടന്നു. സൈക്കിളെടുത്ത് ടൗണിൽ പോയി. കുറച്ച് കടകളിൽ കയറിയിറങ്ങി എന്തൊക്കെയോ വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് സാധനങ്ങൾ ഭാര്യയെ ഏൽപ്പിച്ചു. കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം കോരി കുളിച്ച് വസ്ത്രം മാറി ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു. ഇന്ന് അയാൾ തിണ്ണയിലിരുന്നത് തല കുനിച്ചല്ലായിരുന്നു, തല നിവർത്തി വെച്ചായിരുന്നു. കണ്ണടച്ചിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു. അച്ഛാ! ആ വിളി കേട്ട് അയാൾ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോൾ തൻ്റെ മകൾ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അയാൾ വാങ്ങിക്കൊണ്ടുവന്ന പുതുവസ്ത്രങ്ങൾ ഉടുത്ത്, കുപ്പിവളകളും മുത്തുമാലകളും കൊട്ടക്കമ്മലും അണിഞ്ഞ്, കണ്ണെഴുതി പൊട്ടുകുത്തി ഒരു ദേവതയെപ്പോലെ അവൾ അച്ഛനെ നോക്കി ചിരിച്ചു നിന്നു. മകളെ കണ്ട ആ അച്ഛൻ്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒഴുകി. അത് ആ അച്ഛൻ്റെ മനസ്സിൽ വാത്സല്യത്തിൻ്റെ ഒരു കുളിർമഴയായി പെയ്തിറങ്ങി. അച്ഛൻ മകളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുംബിച്ചു. മദ്യത്തിൻ്റെ മണമില്ലാത്ത ആ അച്ഛൻ്റെ നെഞ്ചിലേക്ക് മകൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒരു ചെറിയ കുഞ്ഞായി ചുരുണ്ടുകൂടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഒരു സദ്യ നടന്നു. തൻ്റെ മകളുടെ കുഞ്ഞിക്കല്യാണത്തിൻ്റെ പന്തലിലിരുന്ന് അയാൾ മകൾക്ക് ചോറ് വാരി കൊടുത്തു. അന്നു മുതൽ അയാൾ പണിയെടുത്ത് കിട്ടുന്ന പൈസ തൻ്റെ മകളുടെ പഠിപ്പിനും വലിയ കല്യാണത്തിനുമായി കൂട്ടിവെക്കാൻ തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.